ഹായ് മക്കളെ, സോൾട്ട് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ വേവലാതികളോ ഒക്കെ ഉണ്ടോ? അങ്ങനെയുള്ളവർ ഒന്ന് താഴെ കമന്റ് ചെയ്യണേ മക്കളെ. ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടിയിട്ട് ആ വേവലാതികളും ആ ഒരു പ്രശ്നങ്ങളും പ്രോബ്ലംസ് ഒക്കെ നമ്മളിവിടെ പരിഹരിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും സോൾട്ട് അനാലിസിസ് ടിപ്സ് ആൻഡ് ട്രിക്സ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്സും ട്രിക്സും അല്ല, സോൾട്ട് അനാലിസിസിലെ കുതന്ത്രങ്ങളും ഉഡായിപ്പുകളും ടെക്നിക്കുകളാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ മുന്നത്തെ വീഡിയോസിലെ കാര്യങ്ങളൊക്കെ കണ്ട് പരിചയമുണ്ടെങ്കിൽ, ഓരോ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ മക്കളെ ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പഠിക്കുന്നവനും പഠിക്കാത്തവനും ഒക്കെ ലാബിൽ 40 മാർക്കാണ് സ്വപ്നമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഞാൻ പറയുന്നു, ഈ സോൾട്ട് അനാലിസിസിൽ കിട്ടേണ്ട 16 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. യാതൊരു സംശയം വേണ്ട. ഇത് ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാണ്, കിട്ടിയിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോൾട്ട് അനാലിസിസ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇനി ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല, ഒരു ബാലികേറ മലയല്ല, ഒരു ഭയങ്കര സംഭവമല്ല. സോൾട്ട് അനാലിസിസ് ഇനി സിമ്പിൾ ആണ് മക്കളെ. നമ്മളത് സിമ്പിൾ ആക്കിയിരിക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് എന്നെ വിശ്വസിച്ചോ, കൂടെ ഉണ്ട്, നമ്മളത് സെറ്റാക്കി തരുന്നതായിരിക്കും. സോ സോൾട്ട് അനാലിസിസിലെ ടിപ്സും ട്രിക്സും പോകുന്നതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് മക്കളെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, എല്ലാ +2 സയൻസ് വിദ്യാർത്ഥികളിലേക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. അതേപോലെ തന്നെ മക്കളെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ വന്ന് കമന്റ് ചെയ്യണം. എന്തെങ്കിലും മനസ്സിലാവാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. ഞാൻ അതിന്റെ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ് സോൾട്ട് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ എങ്ങനെയാണ്. ആദ്യം തന്നെ പ്രിലിമിനറി അനാലിസിസ്. അതിൽ നമ്മൾ സാൾട്ടിന്റെ കളർ നോക്കുന്നുണ്ട്, അതേപോലെ സാൾട്ടിന്റെ ആ ഒരു ടെക്സ്ചർ നോക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ ഫ്ലെയിം ടെസ്റ്റ്, ആഷ് ടെസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ പ്രിലിമിനറി അനാലിസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, അനാലിസിസ് ഓഫ് ആനിയോൺസ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടാവുക. നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കൺഫർമേറ്ററി ചെയ്യണം. അതെപ്പോന്ന് വെച്ചാൽ സമയമൊന്നും ഇല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട. അത് നിങ്ങൾ എന്താ ചെയ്താൽ മതി, എഴുതി കൊടുത്താൽ മതി. അത് ടീച്ചർ ചോദിക്കുകയാണ് എന്താ ചെയ്തെന്ന് ചോദിച്ചിട്ട്, അപ്പൊ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. കാരണം ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നമുക്ക് ആകെ 5 ആനിയോൺസ് ഉള്ളത്. അതിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വരാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് കൺഫർമേറ്ററി ചെയ്ത് സമയം കളയണം ഞാൻ പറഞ്ഞില്ല. ചെയ്യാൻ അതിനത്ര സമയമൊന്നും വേണ്ട, ചെയ്തൊന്നാലും കുഴപ്പങ്ങളൊന്നുമില്ല. സോ നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അതേപോലെ അനാലിസിസ് ഓഫ് കാറ്റിയോൺസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വെറുതെ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും സമയം കളയണ്ട. അത് ഞാൻ തീർത്ത് പറയുന്നു, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലൂടെ ചെയ്ത് പോയാൽ ചിലപ്പം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം 5th ഗ്രൂപ്പിലും 4th ഗ്രൂപ്പിലും വരുന്ന ആളുകളുണ്ടെങ്കിൽ, സിങ്ക്, കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ 3rd ഗ്രൂപ്പിലും പ്രസിപ്പിറ്റേറ്റ് തരും. അപ്പൊ നമ്മൾ 3rd ഗ്രൂപ്പിൽ അലൂമിനിയം ചെയ്യും. നമ്മൾ ഇങ്ങനെ ചെയ്യലുണ്ടാവുള്ളൂ. ആൻസർ കിട്ടുമോ, സാൾട്ടിന്റെ കാറ്റോൺ കിട്ടുമോ, കിട്ടൂല. അപ്പൊ നമ്മൾ ആകെ പാനിക്കാവും, പരിഭ്രാന്തരാവും. പിന്നെ നമ്മൾ അവിടെയുള്ള കാൽക്കുലേഷനും കിട്ടൂല, ഇവിടെയുള്ള സാൾട്ടും കിട്ടൂല. മൊത്തം എക്സാം ഇതാ ഗുദ ഹവ, പടക്കക്കട ഗുദ ഹവ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ആ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാണ്, ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നിങ്ങൾ ചെയ്യരുത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. എഴുതി കൊടുക്കണം. ഞാൻ ചെയ്യണ്ടെന്നേ പറഞ്ഞുള്ളൂ, എഴുതി കൊടുക്കണം. ഇതിന്റെ തല കയറരുതേ, ചെയ്യണം എന്നില്ല, സമയം കളയണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് കാറ്റോൺ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിരിക്കുന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. അതിനുശേഷം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും കൺഫർമേറ്ററി ടെസ്റ്റും, ഇതാണ് ശരിക്കും എന്ത് സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ. ഞാൻ പറയുന്നു, ഈ റെഡിൽ എഴുതിയ കാര്യങ്ങൾ നിങ്ങൾ വെറുതെ ചെയ്ത് സമയം കളയണ്ട, പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി കൊടുക്കണം. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ്, പോസിബിൾ കോമ്പിനേഷൻ ഓഫ് സാൾട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് 5 ആനിയോൺസ് ഉണ്ട്. എത്ര ആനിയോൺസ് ഉണ്ട്? 5 ആനിയോൺസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തുടങ്ങുന്നത് പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് സാൾട്ടിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ആ സാർ ഇവിടെ പറയാൻ വേണ്ടി പോകുന്ന സാൾട്ടുകൾ മാത്രമായിരിക്കും വെക്കുക. അല്ല, അതെനിക്ക് പറയാൻ പറ്റൂല. കാരണം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സാണ് തീരുമാനിക്കുക. അപ്പം ഏത് സാൾട്ടും വെക്കാമെന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യമേ പറയാനുള്ളത്. ഏത് സാൾട്ടും വെച്ചോട്ടെ, നമ്മളത് കണ്ടുപിടിക്കും. പിന്നെന്താ പ്രശ്നം? അതാണ് കോൺഫിഡൻസ്. ആ കോൺഫിഡൻസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. നമുക്ക് മക്കളെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഏകദേശം 5 ആനിയോൺസ് ഉണ്ട്.
അതേപോലെ തന്നെ 7ഓളം കാറ്റിയോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോമ്പിനേഷൻ പ്രകാരം നമുക്ക് 35 സാൾട്ടുകൾ പോസിബിൾ ആണ്. പക്ഷെ ഒരു സ്കൂളിൽ പോലും 35 സാൾട്ട് ഒന്നും ചെയ്യിപ്പിക്കലില്ല, 35 സാൾട്ട് ഒന്നും എക്സാമിന് വെക്കലില്ല. ആകെ പോയി കഴിഞ്ഞാൽ 7 അല്ലെങ്കിൽ 8 സാൾട്ടൊക്കെ സാധാരണ വെക്കാറുള്ളൂ. അതായത് ഒരു ബാച്ചിൽ 15 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും മാക്സിമം പോയാൽ ഒരു 7 8 മിനിമം ഒരു 5 4 സാൾട്ടുകൾ ഉണ്ടാവുള്ളൂ. അപ്പം ആ സാൾട്ടുകൾ അതൊന്നും പറഞ്ഞു തരൂല. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കും എങ്ങനെ ചെയ്തിട്ട്, അല്ലാതെ കുറുക്ക് വഴി കൂടെ പോയിട്ട് ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കുന്നല്ല പറഞ്ഞത്. എടാ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അടിപൊളിയായിട്ട് ലോജിക്കലി സാധനങ്ങൾ മനസ്സിലാക്കാൻ പോവാ. കൂടെ കൂടിക്കോ, സെറ്റാക്കി തരാം മക്കളെ. ആദ്യം പ്രിലിമിനറി അനാലിസിസ് വെറുതെ ചെയ്ത് നോക്കുക, വെറുതെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലെയിം ഡസ്റ്റാ. ഫ്ലെയിം ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സാൾട്ട് എടുക്കുന്നു, സാൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു, ഒരുപാട് സാൾട്ടും കുറച്ച് ആസിഡും, എന്നിട്ട് പേസ്റ്റ് പോലെ ആക്കുക. ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് പേസ്റ്റ് കൊടുത്തോണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിമിൽ ബ്ലൂ ഫ്ലെയിമിൽ കൊണ്ടുപോയിട്ട് കാണിക്കുക ബർണറിന്റെ മുകളിൽ. അവിടെ മക്കളെ കണ്ടോ, ബ്രിക്ക് റെഡ് ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ, ബ്രിക്ക് റെഡ് കളർ ഉണ്ടെങ്കിൽ കാൽസ്യമാണ്. ഗ്രാസി ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, ബേരിയമായിരിക്കും. പക്ഷെ ആ കളർ കിട്ടാൻ കുറച്ച് പണിയാണ്. ഈ ബേരിയം വെറും പറ്റിക്കലാണ് മക്കളെ, വെറും പറ്റിക്കലാണ്. അപ്പോ ഫ്ലെയിം ഡസ്റ്റ് നിങ്ങൾ കണ്ടു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പ്രിലിമിനറി അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടത് ആഷ് ടെസ്റ്റ് ആണ്. വീണ്ടും നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സാൾട്ട് എടുക്കുന്നു. സാൾട്ടിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്നു. തീർന്നോ? ഇല്ല. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ല പിങ്ക് കളറുള്ള കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുന്നു. നല്ല വൃത്തിക്ക് ബോയിൽ ചെയ്യിപ്പിക്കുന്നു ചൂടാക്കിയിട്ട്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫിൽട്ടർ പേപ്പർ ഇങ്ങനെ ഇറക്കി വെക്കുന്നു. ആ ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് ബർണറിൽ കാണിച്ച് കത്തിക്കുന്നു. അപ്പോൾ ആഷ് ഉണ്ടാവും. ആ ആഷിന്റെ കളർ ബ്ലൂ ആണെങ്കിൽ മക്കളെ അലൂമിനിയം ആണ്, ഗ്രീൻ ആണെങ്കിൽ സിങ്ക് ആണ്, പിങ്ക് ആണെങ്കിൽ മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് സാറേ, കുറവാണ്. പക്ഷെ ബ്ലൂ ആൻഡ് ഗ്രീന് പക്ക പെർഫെക്റ്റ് കിടിലനായിട്ട് കിട്ടിയിരിക്കും. അപ്പൊ ഈ പ്രിലിമിനറി അനാലിസിസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, ഈ അഞ്ചോളം കാറ്റയോൺസിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. കാറ്റയോൺസിനെ കുറിച്ച് ഐഡിയ കിട്ടിയാൽ എന്താ കുറഞ്ഞു പോവോ? ഇല്ല മക്കളെ, അടിപൊളിയായിട്ട് നമുക്ക് കാറ്റയോൺസ് കിട്ടൂലേ. അപ്പൊ 7 കാറ്റയോൺസിൽ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മനസ്സിലാവൂലേ. പിന്നെ 2 ഉള്ളത്, ഒന്ന് അമോണിയമാണ്, ഒന്ന് ലെഡ് ആണ്. അത് കണ്ടുപിടിക്കാനൊക്കെ വഴി വേറെ ഉണ്ട്. കൂടെ കൂടിക്കോ. അടുത്തത് വരുന്നു ആനയോൺസ് ആണ്. ആനയോൺസ് പിന്നെ നേരാമണ്ണം കണ്ടുപിടിക്കല്ലാതെ വേറെ ടെക്നിക്ക് ഒന്നുമില്ല. അവിടെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് ബഹുമാനിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണെന്ത്, അസറ്റേറ്റിനെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. കാർബണേറ്റിന്റെ റിയേജന്റ് ഏതാ മക്കളെ? ഡൈല്യൂട്ട് HCl. എനിക്ക് എന്താ കിട്ടുക? ബ്രിസ്ക് എഫർവെഷൻസ്, ഗുളുഗുളു 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 എന്ന് പറയുന്ന ബബിൾസ് ഉണ്ടാവും. അപ്പൊ എന്ത് മനസ്സിലായി? കാർബണേറ്റ് എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ കൺഫർമേറ്ററി ചെയ്യാനൊന്നും പോകണ്ട, അവിടെ നിൽക്കി. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, എഴുതിയാൽ മതി. അത് ടീച്ചർ ചോദിക്കുമ്പോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൺഫർമേറ്ററി പറയുന്നില്ല. ഇനി ആ കാർബണേറ്റ് അല്ല ഡൈല്യൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ ഒരു തേങ്ങ സംഭവിക്കണില്ല, വെറുതെ നിൽക്കുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാച്ച് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്യുക, ഡൈല്യൂട്ട് H2SO4 ആഡ് ചെയ്തിട്ട് നല്ലോണം ഒരു 30 സെക്കൻഡ് എന്ത് ചെയ്യുക, നല്ലോണം റബ്ബ് ചെയ്യുക. എന്നിട്ടൊന്ന് സ്മെല് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലെ സുർക്ക, വിനെഗറിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അസറ്റേറ്റ് ആയിരിക്കുമെന്ന് മനസ്സിലാക്കാം. ഇനി ആ സുർക്കന്റെ സ്മെല്ല് കിട്ടണില്ല, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടണില്ല, കളഞ്ഞേക്കുക. അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് സാൾട്ട് എടുക്കുക. സാൾട്ടിലേക്ക് എന്താ ആഡ് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഫ്യൂമിംഗ് ഗ്യാസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ക്ലോറൈഡ് ആണ്. എങ്ങനെ ഒന്നുകൂടി കൺഫേം ചെയ്യുക? നമ്മൾ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് ഒരു അമോണിയ സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുക. എന്നിട്ടോ ഈ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഫ്യൂമിംഗ് ഗ്യാസിന്റെ കളർ വൈറ്റ് ആയിട്ട് മാറും. കാരണം അവിടെ അമോണിയം ക്ലോറൈഡ് ഇന്റെ ഫ്യൂംസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. റിയേജന്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും അമോണിയ സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ HCl ആണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ NH3 ഡിപ്പ് ചെയ്ത ഒരു ഗ്ലാസിലോട് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ അമോണിയം ക്ലോറൈഡിന്റെ ഫ്യൂംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലോറൈഡ്, ഇല്ലെങ്കിലോ ക്ലോറൈഡ് ഇല്ല. ഇനി നമ്മൾ എന്താ ചെയ്യുക? നൈട്രേറ്റിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിലോട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് ആണ്, ചൂടാക്കുക. എന്നിട്ടോ ഒരു പേപ്പർ ബോൾ ഇട്ട് നോക്കുക. പേപ്പർ ബോൾ ഇട്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? ചൂടായിട്ട് ഒരു ബ്രൗൺ കളർ ഗ്യാസ് ഒന്നും വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ചൂടാക്കി നോക്കുക. എന്നിട്ടും വരുന്നില്ലെങ്കിൽ കൊണ്ടുപോയിട്ട് കളയുക. ഇനി അവിടെ ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ, റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ മക്കളെ കൃത്യമായിട്ട് വേഗം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? അത് ബേസിൽ തട്ടിയിട്ട് പെട്ടെന്ന് കഴുകുക. കാരണം ആ ഒരു ഗ്യാസ് ഭയങ്കര
ഭയങ്കര ടോക്സിക് ആണ്, അതുകൊണ്ട് ശ്വസിക്കാൻ നിൽക്കരുത്. അപ്പം നൈട്രജൻ ടെസ്റ്റ് ആണ് പേപ്പർ ബോൾ ടെസ്റ്റ്. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡും പേപ്പർ ബോളും ഇട്ടാൽ റെഡിഷ് ബ്രൗൺ ഗ്യാസ് കിട്ടും. അപ്പൊ നമുക്ക് നൈട്രജൻ മനസ്സിലാക്കാം. കൺഫർമേറ്ററി എന്തായിരുന്നു? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഇവിടെ കൺഫർമേറ്ററി സിൽവർ നൈട്രേറ്റും ഡൈലൂട്ട് നൈട്രിക് ആസിഡും. ഇവിടെ എന്തായിരുന്നു? ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ്. ഇവിടെ എന്തായിരുന്നു? ബേരിയം ക്ലോറൈഡ്. ഓർത്ത് വെക്കണേ. അതേപോലെ സൾഫേറ്റിന്റെ കേസിൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബേരിയം ക്ലോറൈഡ് ആകുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, ദാറ്റ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ HCl. ബേരിയം ക്ലോറൈഡ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പൊ തന്നെ വൈറ്റ് ആണെങ്കിൽ സൾഫേറ്റ്. അപ്പൊ ആനോൺ കിട്ടി. ടീച്ചർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ കൺഫർമേറ്ററി ചെയ്ത് കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ചെയ്യാതിരിക്കേണ്ട, ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. റെഡി. അപ്പൊ നമുക്ക് ആനോൺ കിട്ടി. ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യം. സിമ്പിൾ മെത്തേഡ് ടു ഫൈൻഡ് കാറ്റിയോൺസ് പ്രപ്പോസ്ഡ് ബൈ ഞാൻ തന്നെ. ഇത് വേറെ എവിടെയും കിട്ടൂല. ഇതൊക്കെ ഇവിടുന്ന് വരുന്നതാണേ. സെറ്റാക്കി വെച്ചോ, ഉറപ്പാണ്. കേരളത്തിലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് കാറ്റയോൺ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് വീണത്. പഠിച്ചു വെച്ചോ. സോ മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം കാറ്റയോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് അനാലിസിസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ആദ്യം ചെയ്യേണ്ടത് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, നോ പ്രസിപ്പിറ്റേറ്റ്. ആ ഒരു സാൾട്ട് ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ നമ്മൾ പറയാ? നോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കാറ്റയോണ് 0th ഗ്രൂപ്പിലെ അമോണിയം ആയിരിക്കും. ആ കാറ്റയോണ് 0th ഗ്രൂപ്പിലെ അമോണിയം ആയിരിക്കും. അപ്പൊ അമോണിയത്തിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടരുത്. റെഡി? മനസ്സിലാക്കി. ദെൻ രണ്ടാമത്തെ നമുക്ക് അവിടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തപ്പോ എന്തോ വൈറ്റ് കിട്ടി. അപ്പൊ അതെന്തല്ല? 0th ഗ്രൂപ്പ് അല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നു. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്നു. വേറെ ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സാൾട്ട് എടുത്തിട്ട് അപ്പോൾ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയ മക്കളെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ലെഡ് ആണ്. ഒരു സംശയം വേണ്ട, ഫസ്റ്റ് ഗ്രൂപ്പിലെ ലെഡ് ആയിരിക്കും. ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലോ? 0th ഗ്രൂപ്പും അല്ല, ഫസ്റ്റ് ഗ്രൂപ്പും അല്ല, സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ചെയ്യൂല. കാരണം കോപ്പർ നമുക്ക് തീരെ തരാറില്ല. കോപ്പറിന്റെ സാൾട്ടൊക്കെ കളേർഡ് ആയിരിക്കും. റെഡി? ഇനി നമ്മൾ ചെയ്യേണ്ടത് മക്കളെ ഏതാണെന്നറിയോ? അസറ്റിക് ആസിഡും അതേപോലെ പൊട്ടാഷ്യം ക്രോമേറ്റും ആഡ് ചെയ്യടാ. അസറ്റിക് ആസിഡും പൊട്ടാഷ്യം ക്രോമേറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 തരം റിസൾട്ട് ആണ് കിട്ടുക. എത്ര തരം റിസൾട്ട്? 3 തരം റിസൾട്ട് ആണ് മക്കളെ. ശ്രദ്ധിച്ചു കേട്ടോ. എ തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് വിചാരിക്കടാ. നല്ല കട്ടിയുള്ള മഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അത് ലെഡ് ആണ്. ഇവിടെ ലെഡ് കിട്ടിയാൽ ഈ ഒരു റിസൾട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷെ ലെഡിന്റെ കൺഫർമേറ്ററി ആണെന്ത്? ഈ പറയുന്ന അസറ്റിക് ആസിഡും പൊട്ടാഷ്യം ക്രോമേറ്റും. ഇതേ കൺഫർമേറ്ററി ആർക്കുള്ളത്? നമ്മുടെ കാൽഷ്യത്തിനും ബേരിയത്തിനുള്ളത്. ലെഡിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് അത്. കാൽഷ്യത്തിന്റെയും ബേരിയത്തിന്റെയും കൺഫർമേറ്ററി ഐഡന്റിഫിക്കേഷൻ വേണ്ടി. അപ്പൊ ഈ പൊട്ടാഷ്യം ക്രോമേറ്റും അതേപോലെ അസറ്റിക് ആസിഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെഡിന്റെ ആ ഒരു കൺഫർമേറ്ററി ടെസ്റ്റിൽ പെട്ടതാണ്. അതേപോലെ ഇതേ സാധനം കാൽഷ്യത്തിന്റെയും ബേരിയത്തിന്റെയും ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റിലും പെട്ടതാണ്. സോ നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാൽഷ്യം ബേരിയം ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് മക്കളെ. ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ നോക്കടാ. എ തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ലെഡ് ആണെന്ന് പറഞ്ഞു. അതേപോലെ എ വൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. എന്താ ഈ വൈറ്റ് യെല്ലോ എന്ന് പറഞ്ഞാൽ? പാലിൽ മഞ്ഞ കളർ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് ചിന്തിച്ചു നോക്കുക. പാലിൽ മഞ്ഞ കളർ ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണെങ്കിൽ മക്കളെ ഒന്നും നോക്കണ്ട, അത് ബേരിയം ആയിരിക്കും. ഇനി മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ. യെല്ലോ കളറേഷൻ, അതായത് വെള്ളത്തിൽ മഞ്ഞ കളർ ഇട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ, അതായത് ഒരു ഓറഞ്ചും മഞ്ഞയും കളർന്ന കളറാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? കാൽഷ്യം ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. സിങ്കിലെ ഒരു സാൾട്ടിലേക്ക് നമ്മൾ ഇതുപോലത്തെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കളർ ഉണ്ടാവും? യെല്ലോ കളറേഷൻ ഉണ്ടാവും. പക്ഷെ 3 റിസൾട്ട് ആണ്. പക്ഷെ 4 കാറ്റയോൺസിനെ കുറിച്ചാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. നല്ല തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ മക്കളെ ആരാടാ? ഒന്ന് ഉറക്കെ പറഞ്ഞടാ. ആരാടാ? ലെഡാടാ. അതേപോലെ ഞാൻ പറയുന്നു, ഒരു എന്താ പറയാ, വൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ അത് ബേരിയമാണ്. യെല്ലോ കളറേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? സിങ്ക് അല്ലെങ്കിൽ കാൽഷ്യമാണ്. സിങ്കിന് ഇങ്ങനെ ടെസ്റ്റ് ഇല്ല, പക്ഷേ സിങ്ക് ഇങ്ങനെ റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. സിങ്ക് ക്രോമേറ്റും അതേപോലെ കാൽഷ്യം ക്രോമേറ്റും ഒക്കെ എന്താണ്? യെല്ലോ കളറേഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ സംശയം അങ്ങനെയാണെങ്കിൽ സാറേ ആകെ കുടുങ്ങിയില്ല സാറേ, എന്താണ് ഈ യെല്ലോ കളറേഷൻ വന്ന കാൽഷ്യാണോ സിങ്കാണോ മനസ്സിലാവുക? എടാ നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഞാൻ കൂടെ ഇല്ലേ? എടാ സിങ്കിനും കാൽഷ്യത്തിനും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആഷ് ടെസ്റ്റ് അല്ലേ സിങ്ക് തരിക, ഫ്ലെയിം ടെസ്റ്റ് അല്ലേ കാൽഷ്യം തരിക, അതങ്ങോട്ട് ചെയ്താൽ പോരെ.
മതി സാറേ, എടാ ഇത് അടിപൊളി മെത്തേഡാടാ, ഇത് മാത്രം ഇതാ കാറ്റോൺ അടിപൊളിയായിട്ട് കിട്ടും, ഇത് വെറുതെ പറഞ്ഞല്ല, ഇത് ഞാൻ ചെയ്ത് കണ്ടുപിടിച്ചുണ്ടാക്കിയ സാധനമാണ് മക്കൾ. ഇവിടെ എനിക്ക് സിങ്ക് ഒന്നും വെറുതെ എഴുതിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത്രയും പണിയെടുത്തുണ്ടാക്കിയാണ്. സോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം അയച്ചു കൊടുക്കുക, മറക്കണ്ട. അപ്പൊ ഇത്രയും സാധനങ്ങൾ സെറ്റ് ആണെങ്കിൽ ഇവിടെ എങ്ങനെ കിട്ടാൻ പറ്റും നമുക്ക് സംശയമായി. എന്താ സംശയം? സിങ്ക് ആണോ കാൽഷ്യം ആണോ? അപ്പൊ എന്താ ചെയ്യാ? അടുത്ത സ്റ്റെപ്പിൽ ആഷ് ടെസ്റ്റ് ചെയ്യാ. ഫ്ലെയിമിന്റെ മുന്നേ എന്ത് ചെയ്യാ? ആഷ് ചെയ്യാ. ആഷിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയാടാ? നമ്മുടെ സാൾട്ട്, കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, അതേപോലെ തന്നെ കൊബാൾട്ട് നൈട്രേറ്റ്, ബ്ലൂ ആണെങ്കിൽ അലൂമിനിയം, ഗ്രീൻ ആണെങ്കിൽ സിങ്ക്, പിങ്ക് ആണെങ്കിൽ മഗ്നീഷ്യം. അപ്പൊ നമുക്ക് ഇവിടെ യെല്ലോ കളറേഷൻ കിട്ടി. പക്ഷെ ഇതിൽ ആഷ് നമുക്ക് ഗ്രീൻ കിട്ടിയാലേ സിങ്ക് ഉണ്ടാവുള്ളൂ. ഗ്രീൻ കിട്ടിയില്ലെങ്കിലോ ഉറപ്പായിട്ടും വരാൻ പറ്റും, അതെന്തായിരിക്കും? കാൽഷ്യം ആയിരിക്കും. കാരണം എന്താ? യെല്ലോ കളറേഷൻ ഓൾറെഡി കിട്ടിയല്ലേ. ഓക്കെ, അപ്പൊ ഇനി ഇത് കിട്ടിയില്ല, ആഷ് ടെസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഫ്ലെയിം ടെസ്റ്റ് ചെയ്യുക. സാൾട്ട് എടുക്കുക വാച്ച് ഗ്ലാസ്സിൽ, എന്നിട്ടോ കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക, പേസ്റ്റ് രൂപത്തിലാക്കുക, ഫ്ലെയിമിൽ കാണിക്കുക. അപ്പൊ നമുക്ക് അവിടെ ബ്രിക്ക് റെഡ് ആണ് കിട്ടുന്നതെങ്കിൽ കാൽഷ്യം ആയിരിക്കും, ഗ്രാസി ഗ്രീൻ ആണെങ്കിൽ ബേരിയം ആയിരിക്കും. ഗ്രാസി ഗ്രീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഈ കാണുന്ന വൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. പാലിൽ മഞ്ഞ കളർ ഒഴിച്ച പോലെ ഉണ്ടാവും എന്ത്? നമ്മുടെ ബേരിയത്തിന്റെ റിയാക്ഷൻ. അതുകൊണ്ട് മക്കളെ, ബേരിയം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടും, ഒരു പേടിയും പേടിക്കേണ്ട. പക്ഷെ ഈ ഒരു ഫ്ലെയിം ടെസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? മഗ്നീഷ്യം. മഗ്നീഷ്യത്തിന്റെ ആ ഒരു പിങ്കാഷും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ മഗ്നീഷ്യത്തിന്റെ ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, മാഗ്നസോൺ റിയേജന്റ് ആഡ്. എന്താ ആഡ്? മാഗ്നസോൺ റിയേജന്റ്. സോ മാഗ്നസോൺ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും മക്കളെ? മഗ്നീഷ്യം ആയിരിക്കും. അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നുണ്ട്. ഫസ്റ്റ് സോഡിയം കാർബണേറ്റ്, രണ്ടാമത് ഡൈലൂട്ട് HCl, മൂന്നാമതായിട്ട് അസറ്റിക് ആസിഡും പൊട്ടാഷ്യം ക്രോമേറ്റും, നാലാമതായിട്ട് ആഷ് ടെസ്റ്റ്, അഞ്ചാമതായിട്ട് ഫ്ലെയിം ടെസ്റ്റ്, ആറാമതായിട്ട് മാഗ്നസോൺ റിയേജന്റ്. ഈ 6 ടെസ്റ്റുകൾ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്റെ പൊന്നു മക്കൾക്ക് ഉറപ്പായിട്ടും അവിടെ എന്ത് കിട്ടുവാടാ മക്കളെ? കാറ്റോൺ കിട്ടിയിരിക്കും, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. യാതൊരു സംശയവും വേണ്ട, വിശ്വസിച്ചിരുന്നോ? ഇത് സെറ്റാ, ഇത് പവറാ, ഇത് ടോപ്പാ. മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കടാ. ഈ കാര്യങ്ങൾ നോട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. മാക്സിമം ലൈക്ക് ചെയ്തോ, എല്ലാവരും അയച്ചു കൊടുത്തോ. പിന്നെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം മക്കളെ, അടിപൊളിയാണെന്ന് കമന്റ് ചെയ്യണം, റെഡിയാണെന്ന് വിചാരിക്കുകയാണ്. ഇനി ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ കൊടുത്ത കുറച്ച് ട്രിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് ഫോളോ ചെയ്താൽ മതി. ഞാൻ ഇതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സം അതർ ട്രിക്സ് ഒന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഇതിന് പല ടൈപ്പ് റിസൾട്ട് തരാൻ പറ്റും. 3 ടൈപ്പ് റിസൾട്ട്. ഒന്ന്, സ്മെൽ ഓഫ് അമോണിയ ആണെങ്കിൽ അതെന്തായിരിക്കും? അമോണിയം ആയിരിക്കും. ഇനി ഇവിടെ ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? അലൂമിനിയം ആയിരിക്കും. അതേപോലെ ഡേർട്ടി വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? സിങ്ക് ആയിരിക്കും. അപ്പൊ സിങ്കിന്റെയും അലൂമിനിയത്തിന്റെയും അമോണിയയുടെയും അമോണിയം അയോണിന്റെയും റിയേജന്റ് ആണ് എന്ത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഈ റിസൾട്ടുകൾ നോക്കി വെക്കുക. നമ്മൾ ഇങ്ങനെ അല്ലല്ലോ ചെയ്യണത്, നമ്മൾ നേരത്തെ മെത്തേഡ് തന്നെ ചെയ്യുക. അതാണ് ബെസ്റ്റ് മെത്തേഡ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ പൊട്ടാസ്യം ക്രോമേറ്റും അസറ്റിക് ആസിഡ് നമ്മൾ പറഞ്ഞു. ഇവിടെ ലെഡ് ഉണ്ട്. ലെഡിനാണെങ്കിൽ എന്തായിരിക്കും? ലെഡിന് തിക്ക് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അതേപോലെ ബേരിയത്തിന് വൈറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. അതേപോലെ കാൽഷ്യത്തിന് യെല്ലോ കളറേഷൻ ആയിരിക്കും. സിങ്കിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല, കാരണം സിങ്കിന് ശരിക്കും ആ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നില്ല. പക്ഷെ സിങ്കും ആ റിയാക്ഷൻ തെളിഞ്ഞെടുത്ത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഇസ് ഓൺലി സെക്കൻഡ് റിയാക്ഷൻ. അത് തേർഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇത് ഓൾറെഡി റിപ്പീറ്റ് ആണ്. ഞാൻ തേർഡ് എന്ന് പറയുന്ന സമയത്ത് നെസ്ലേസ് റിയേജന്റും മാഗ്നസോൺ റിയേജന്റും. നെസ്ലേസ് റിയേജന്റ് ആർക്ക് വേണ്ടിയിട്ടാണ് മക്കളെ? നമ്മുടെ അമോണിയം അയോണിന് വേണ്ടിയിട്ടാണ്. മാഗ്നസോൺ റിയേജന്റോ മഗ്നീഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നെസ്ലേസ് ആണെങ്കിൽ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്, മാഗ്നസോൺ ആണെങ്കിൽ ലൈറ്റ് ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ടിപ്സും ട്രിക്സും. മക്കളെ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ പ്രപ്പോസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക? രാജ്യവ്യാപകമായിട്ട് പരത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് പഠിച്ചാൽ ഏത് സാൾട്ടും നിങ്ങളെ കണ്ട് പേടിച്ച് ഓടും. നിങ്ങൾക്ക് ആനിയോണും കാറ്റിയോണും ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ സമയം അനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ എക്സാമിന് മുന്നേ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ അതുകൊണ്ട് അടിപൊളിയാക്കി വെക്കുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഐഡിയാസ് മൊത്തം ഞങ്ങൾക്ക് യൂട്യൂബിലൂടെ രാജ്യവ്യാപകമായി വിട്ടു തന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വൈറലാക്കണം. എങ്ങനെ വൈറലാക്കുക? എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ പൊളിക്കും, നമ്മൾ പൊളിക്കും, നമ്മൾ തകർക്കും. ലാബ് എക്സാം നമ്മൾ അടിപൊളി കളർഫുൾ ആക്കിയിരിക്കും. സെറ്റ് അല്ല സാറേ?
യെസ്, സെറ്റാണ് സാറേ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ലാബ് എക്സാം ചെയ്യാൻ പറ്റട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എക്സാം എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ ഇപ്പൊ ഞാൻ പോവാണ്. ടാറ്റാ ബൈ ബൈ, സീ യു. ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.